Hi students, welcome to Simple Chemistry. Today we will discuss an important topic concept of acid and bases. Acid and base and simple definition acid in base in acid has a sour taste and base is a substance which has a bitter taste. The basic identification test. പിന്നെ വേറെ ടെസ്റ്റുകളുണ്ട് ആസിഡിനെ ബേസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ pH വെച്ചിട്ട് നമുക്ക് ആസിഡിനെ ബേസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം pH less than 7 ആണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും greater than 7 ആണെങ്കിൽ ബേസ് ആയിരിക്കും അതുപോലെ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടും ആസിഡിനെ ബേസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാറുണ്ട് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ആസിഡും റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത് ബേസും ആണ് എല്ലാ ആസിഡിലും കോമൺ ആയിട്ട് ഒരു ഹൈഡ്രജൻ അയോൺസ് ഉണ്ടാവും H+ ions ഉണ്ടാവും അതേപോലെ എല്ലാ ബേസിനും കോമൺ ആയിട്ട് ഒരു ഹൈഡ്രോക്സിൽ അയോൺസ് ഉണ്ടാവും ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ആസിഡിന്റെ ബേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയറീസ് വെച്ച് ആസിഡും ബേസും എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാന്നുള്ളതാണ് ന്യൂട്രലൈസേഷനെ കുറിച്ചും പറയുന്നുണ്ട് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് സാൾട്ടും വാട്ടറും ഉണ്ടാവുന്നതാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിയറി നോക്കാം അറീനിയസ് തിയറി According to Arrhenius theory, acid is a substance which gives hydrogen ions when dissolved in water and base is a substance which gives hydroxyl ions when dissolved in water. ഇതാണ് രണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് Arrhenius തിയറിയിലെ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ് ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗീവ്സ് ഹൈഡ്രജൻ അയോൺസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗീവ്സ് hydroxyl ions when dissolved in water. Neutralization, according to Arrhenius theory, neutralization is the combination of hydrogen ions from acid and hydroxyl ions from base to form water. ഈ മൂന്ന് പോയിന്റ് ആണ് Arrhenius theory നമുക്ക് പഠിക്കാനുള്ളത്. Arrhenius theory ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. HCl is an Arrhenius acid which is dissolved in water to give H+ ions and NaOH is an Arrhenius base which is dissolved in water to give hydroxyl ions. The reaction between HCl and NaOH gives NaCl and H2. Here NaCl is the salt and H2O is formed by the combination of hydrogen ions from acid HCl and hydroxyl ions from base NaOH. This is an example for Arrhenius concept of acid and base. Lowry-Bronsted concept of acid and base. Lowry-Bronsted concept അനുസരിച്ചിട്ട് acid is a substance which donates a proton and base is a substance which accepts a proton. Proton എന്ന് പറഞ്ഞാൽ H+ ions തന്നെയാണ് നമ്മുടെ proton എന്ന് പറയുന്നത് H+ ions is known as proton. അപ്പോൾ acid is a substance which donates a proton and base is a substance which accepts a proton. According to Lowry-Bronsted concept, acid is a substance which donates a proton and base is a substance which accepts a proton. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോൺസും Cl- അയോൺസും ആയിട്ട് മാറും ഇവിടെ H+ അയോൺസ് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് HCl എന്താണ് ഒരു Lowry-Bronsted ആസിഡ് ആണ് അപ്പോൾ ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ അപ്പോൾ ഫോർവേഡ് റിയാക്ഷനിൽ HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോൺസ് തരുന്നുണ്ട് അതുകൊണ്ട് HCl എന്താ ഒരു Lowry-Bronsted ആസിഡ് തിരിച്ചുള്ള റിയാക്ഷനാണ് ഈ ബാക്ക്വേർഡ് റിയാക്ഷനിൽ H+ ഒരു Cl- ഒരു H+നെ ആക്സെപ്റ്റ് ചെയ്തിട്ട് HCl ആയിട്ട് മാറിയിരിക്കും അപ്പോൾ തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ Cl- എന്താ ഒരു Lowry-Bronsted ബേസ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി HCl ഒരു H+ പോയപ്പോൾ അതൊരു ബേസ് ആയിട്ട് മാറി അല്ലേ HCl ഒരു Lowry-Bronsted ആസിഡ് ആയിരുന്നു അത് ഒരു H+ റിലീസ് ചെയ്തിട്ട് Cl- ആയി മാറിയപ്പോൾ അത് എന്താണ് ഒരു Lowry-Bronsted ബേസ് ആയിട്ട് മാറി ഇങ്ങനെയുള്ള പെയേഴ്സിന് നമ്മളൊരു പേര് പറയും കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് അപ്പോൾ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സിൽ Lowry-Bronsted കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അതെന്താണ് ഇറ്റ് ഈസ് എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിച്ച് ഡിഫർ ബൈ എ പ്രോട്ടോൺ ഒരു പ്രോട്ടോണിൻ്റെ ഡിഫറൻസ് ഉള്ള ആസിഡ് ബേസ് പെയറിനെ നമ്മൾ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിൾ എടുക്കാം നമുക്ക് HCl വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Cl- ഉണ്ടാവും H3O+ ഉണ്ടാവും അല്ലേ അപ്പോൾ HCl എന്താണ് ഒരു H+ റിലീസ് ചെയ്തിട്ട് അത് H2O കൊടുക്കും അതുകൊണ്ട് HCl ഒരു Lowry-Bronsted ആസിഡ് ആണ് തിരിച്ചുള്ള ബാക്ക്വേർഡ് റിയാക്ഷനിൽ നടക്കുന്നത് Cl- H3O+ ഒരു H+ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം അതുകൊണ്ട് Cl- ഇവിടെ Lowry-Bronsted ബേസ് ആണ് H3O+ എന്താണ് Lowry-Bronsted ആസിഡ് ആണ് ഇതാണ്
ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള ആസിഡ് ബേസിന്റെ ഡെഫിനിഷൻ. അപ്പൊ നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ എടുക്കാം. NH3 അമോണിയ പ്ലസ് വാട്ടർ ഗീവ്സ് NH4++OH-. അമോണിയം അയോണും ഹൈഡ്രോക്സിൽ അയോൺസും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ NH3 എന്താണ്? ഒരു അറീനിയസ് ബേസ് ആണ്. ഇതൊരു H+ അയോൺസിനെ വാട്ടറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അത് എന്തായി മാറുന്നത്? NH4+ ആയി മാറിയത്. അതുകൊണ്ട് അമോണിയ ഒരു അറീനിയസ് ബേസ് ആണ്. ഇവിടെ വാട്ടർ ആണ് അറീനിയസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഈ റിയാക്ഷനിൽ HCl ആയിട്ട് വാട്ടർ റിയാക്ട് ചെയ്തപ്പോൾ അത് അറീനിയസ് ബേസ് ആയിരുന്നു. അത് H+ ആക്സെപ്റ്റ് ചെയ്തിട്ട് H3O+ ആയി മാറി. പക്ഷെ ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ അതെന്താണ്? ലോറി ബ്രോൺസ്റ്റഡ് ബേസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിച്ച് ഡിഫർ ബൈ എ പ്രോട്ടോൺ ഇസ് കോൾഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. നമുക്ക് കുറച്ച് എക്സാമ്പിൾ എടുത്ത് നോക്കാം. HCl കോൺജുഗേറ്റ് പെയർ എന്നത് എന്തായിരിക്കും? Cl- ആണ്. HCl കോൺജുഗേറ്റ് പെയർ ഒരു H മാറിയപ്പോൾ അതെന്താണ്? ഇത് ആസിഡ് പ്രോപ്പർട്ടി ആയിരുന്നു. ഒരു H+ മാറിയപ്പോൾ അതിനെന്താ? ബേസിക് പ്രോപ്പർട്ടി ആണ്. അതേപോലെ തന്നെ NH3യുടെ കോൺജുഗേറ്റ് ഇത് NH3 ബേസ് ആയിരുന്നു. പക്ഷെ ഇത് NH4+ ആയപ്പോൾ അത് ഒരു H+ന് OH- കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇതൊരു ആസിഡ് ആണ്. പിന്നെ ഒരു H+ന്റെ ഡിഫറൻസിൽ ആസിഡ് ബേസ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഈ പെയറിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത്. വാട്ടർ എടുക്കണമെങ്കിൽ H2O. വാട്ടർ എന്താണ്? ഇവിടെ ആസിഡ് ആയിരുന്നു, ഇവിടെ ബേസ് ആയിരുന്നു. പക്ഷേ ഇത് H3O+ ആയപ്പോൾ എന്തായി മാറി? ആസിഡ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ ആ വാട്ടറിന്റെ കോൺജുഗേറ്റ് പെയർ ഏതാണ്? H3O+ ആണ്. അതേപോലെ OH- എടുക്കുകയാണെങ്കിൽ OH- ഒരു ബേസ് ആണ്. പക്ഷെ അത് H2O+ ഇവിടെ എന്താണ്? ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഒരു H+ ആഡ് ചെയ്ത് കൊടുത്താൽ അതിന് കോൺജുഗേറ്റ് പെയർ കിട്ടും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റൈറ്റ് കോൺജുഗേറ്റ് പെയർ ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് തരാറുണ്ട്. HCl തന്നാൽ നിങ്ങൾ ഒരു H കുറച്ച് എഴുതാം. NH3+ തന്നാൽ ഒരു H+ ആഡ് ചെയ്ത് എഴുതാം. H2O തന്നിരിക്കുന്ന ഒരു H+ ആഡ് ചെയ്ത് എഴുതാം. OH- തന്നിരിക്കണമെങ്കിലും ഒരു H+ ആഡ് ചെയ്ത് എഴുതാം. ഇങ്ങനെ ഏത് സ്പീഷീസ് വന്നാലും അതിന്റെ കോൺജുഗേറ്റ് പെയർ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അക്കോർഡിംഗ് ടു ലോറിസ് ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നുള്ള കൺസെപ്റ്റ് വന്നത്. ഇത്രയുമാണ് ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള ആസിഡ് ബേസ് കൺസെപ്റ്റ്. Next theory, Lewis theory of acid and bases. According to Lewis theory, acid is a substance which donate a pair of electron and base is a substance which accept a pair of electron. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും ലൂയിസ് ആസിഡും, ഇലക്ട്രോൺ എക്സസ് ഉള്ള സ്പീഷീസ് ലൂയിസ് ബേസും ആയിരിക്കും. എക്സാമ്പിൾ എടുക്കാം. ലൂയിസ് ആസിഡിന്റെ എക്സാമ്പിൾ ആണ് H+, BF3, AlCl3. ഇതൊക്കെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി കുറച്ച് ലൂയിസ് ബേസ് നോക്കാം. NH3, H2O, OH-. ഇതൊക്കെ ഇലക്ട്രോൺ എക്സസ് ഉള്ള സ്പീഷീസ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. According to Lewis theory, neutralization is the formation of a coordinate bond between acid and base. ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോർമേഷൻ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ നടക്കുന്നത് ആസിഡ് ബേസ് തമ്മിൽ. അപ്പൊ ഇലക്ട്രോൺ പെയറിനെ ബേസ് ആസിഡ് ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. NH3 is a ലൂയിസ് ബേസ് ആണ്. ഇത് ഇലക്ട്രോൺ എക്സസ് സ്പീഷീസ് ആണ്. ഇവിടെ 2 ഇലക്ട്രോൺ എക്സസ് ഉണ്ട് NH3. നൈട്രജൻ 15th ഗ്രൂപ്പ് എലമെന്റ് ആണ്. 3 ഇലക്ട്രോൺ NH ബോണ്ടിന് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി 2 ഇലക്ട്രോൺ എക്സസ് ഉണ്ട്. ഇത് ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു, സ്റ്റേബിൾ ആണ്. 2 ഇലക്ട്രോൺ നോൺ ബോണ്ടഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇത് ഒരു H+ അയോൺസുമായിട്ട് റിയാക്ട് ചെയ്ത് H+ ലൂയിസ് ആസിഡ് ആണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, 0 ഇലക്ട്രോൺ ആണ്. ഇത് 2 ഇലക്ട്രോൺ കിട്ടിയത് സ്റ്റേബിൾ ആവും. അപ്പൊ ഈ 2 ഇലക്ട്രോണിന് നൈട്രജൻ ആറ്റം H+ന് കൊടുക്കുകയും ഡൊണേറ്റ് ചെയ്യണം. ഈ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് നൈട്രജനും കൂടി അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരു കോർഡിനേറ്റ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു കോർഡിനേറ്റ് കോമ്പൗണ്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ടോട്ടൽ കോമ്പൗണ്ടിനാണ് ആ H+ ചാർജ്, H+ന്റെ ചാർജ് വരുന്നത്.
ഇങ്ങനെ ഒരു കോർഡിനേറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യും. NH4+ അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. Is an example for neutralization reaction according to Lewis theory. ഇത്രയുമാണ് 3 തിയറീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആസിഡ് ബേസ് കൺസെപ്റ്റ്, അറീനിയസ് തിയറി, ലോറി ബ്രോൺസ്റ്റഡ് തിയറി ആൻഡ് ലൂയിസ് തിയറി. 3ഉം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നേനെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.